ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടൊരു കുസ്ക റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു പാനിൽ ഓയിൽ ഒഴിക്കുക. ഇനി ഇതിലോട്ടൊരു 3 സവാള സ്ലൈസ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനവിടെ വളരെ തിന്നായിട്ടാണ് ഇത് സ്ലൈസ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ നിറം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ റൈസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഞാൻ ശകലം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 സവാളയ്ക്ക് 1 തക്കാളിയാണ് ചേർക്കുന്നത്, അതും ചെറിയ തക്കാളി. ഇനി ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിന് വളരെ കുറച്ച് മതിയാവും. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നതുവരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് തൈര് ചേർക്കണം, പക്ഷേ പുളിയില്ലാത്ത തൈരായിരിക്കണം. ഇനി അതും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. റെസിപ്പി എനിക്കൊരു തമിഴ് യൂട്യൂബ് ചാനലിൽ നിന്നും കിട്ടിയതാണ്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഡിഫറെൻ്റായിട്ട് തോന്നി. ഇനി ഇതിലോട്ട് 1 പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മോൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് 1 പച്ചമുളക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എണ്ണമൊക്കെ ചേർക്കാം എരിക്ക്. ഇതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന റൈസിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെയാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ റൈസ് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ നമുക്കിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ റൈസ് 5 മിനിറ്റ് കുതിരാൻ വച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ ഓർക്കാതെ നേരത്തെ ഇട്ടു. എന്നാലും കുഴപ്പമില്ല, എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ അരി 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഒരു 6-7 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ എൻ്റെ റൈസൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടി പിടിക്കാതെ വന്നിട്ടുണ്ട്. നല്ല കുഴഞ്ഞു പോവാതെ വിട്ട് വിട്ട് തന്നെ നമുക്ക് റൈസൊക്കെ കിട്ടുന്നുണ്ട്. 10 മിനിറ്റൊക്കെ മതിയാവും ഈ റൈസ് കുക്കായി കിട്ടാനായിട്ട്. നിങ്ങൾക്കിത് വെള്ളം ഉള്ളതുപോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് കുറച്ച് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്കൊരു 10 മിനിറ്റൊക്കെ കൊണ്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അരിയുടെ വേവ് അനുസരിച്ച് നോക്കുക. നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ചൂടൊക്കെ ആറി വരുമ്പോൾ കറക്റ്റ് പാകത്തിന് നമ്മളെ കയ്യിൽ കിട്ടും. ഇതിൻ്റെ കൂടെ ഞാനൊരു പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട്